ശ്രീ അജയ് തറയിൽ കേൾക്കാമോ? ഇതാ വി.ഡി. സതീശൻ പറഞ്ഞത് കോൺഗ്രസ് തല ഉയർത്തി നിൽക്കും എന്ന് പറയുകയാണ്, ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറയുന്നു. അപ്പോൾ താങ്കൾ പറയുന്നത് പോലെയുള്ള ഒരു നടപടിയെടുക്കാൻ ഇപ്പോഴും കോൺഗ്രസ് തയ്യാറല്ലല്ലോ. അല്ല, ഞാൻ പറയുന്നത് ഇത് കോൺഗ്രസിലുള്ള ഉണ്ടായിരുന്ന ഒരാള് സസ്പെൻഷനിലാണ് ഇപ്പോൾ. കൂടുതൽ തെളിവുകൾ അദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് കളയണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പാർട്ടിയുടെ കൈകൾ ശുദ്ധമാക്കുക. പാർട്ടി ഈ ഒരാളെ കൊണ്ട് പാർട്ടിക്ക് ഭാരമായി വന്നാൽ, പാർട്ടിക്ക് പ്രശ്നമായി വന്നാൽ, പാർട്ടിക്ക് ക്ഷീണമായി വന്നാൽ, അത് പാർട്ടിക്ക് താങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി കഴിയുമ്പോൾ ഒരു കാരണവശാലും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പാർട്ടി എന്ന നിലയിൽ കൂടെ കൊണ്ടുനടക്കാൻ കഴിയില്ല. ഞാൻ KPCC പ്രസിഡന്റിന് ഇതനുസരിച്ചുള്ള ഒരു വാട്സപ്പ് സന്ദേശം അദ്ദേഹത്തിന് അയച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയെ പുറത്താക്കുക. കാരണം കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ, പ്രത്യേകിച്ച് യുവജന സമൂഹത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും മുഖം രക്ഷിക്കണമെങ്കിൽ ഇവരെ പാർട്ടിയിൽ നിന്ന് കളയാതെ ഒരടി കൂട്ടി കോൺഗ്രസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് ഞാൻ ആ പറഞ്ഞതിന്റെ ഏറ്റവും വലിയ. താങ്കൾ ഈ KPCC അധ്യക്ഷന് സന്ദേശം അയച്ചത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതിന് മറുപടി എന്തെങ്കിലും വന്നോ? മറുപടി വന്നിട്ടില്ല. അത് വരും, സ്വാഭാവികമായിട്ട് അത് വരട്ടെ. ഇത് തീരുമാനമെടുക്കാനായിരിക്കും വെയിറ്റ് ചെയ്യുന്നത്. താങ്കൾ ഈ സൂചിപ്പിച്ച പശ്ചാത്തലം എന്തുകൊണ്ടാണ് അതിന്റെ ഗൗരവം നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ലേ? കാരണം ഇപ്പോഴത്തെ എത്രയോ ഞാൻ നേതൃത്വത്തെ വിമർശിക്കുവാനോ, നേതൃത്വം ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള നേതൃത്വമാണ് കേരളത്തിലെ കോൺഗ്രസിനുള്ളത്. പക്ഷേ ശ്രീ അജയ് തറയിൽ ആ ഉചിതമായ സമയം കഴിഞ്ഞു പോവുകയല്ലേ? കാരണം എത്രയോ പരാതികൾ നേരത്തെ തന്നെ ആളുകളുമല്ല തീരുമാനിക്കുന്നത്, ഓരോ വ്യക്തികളുമാണല്ലോ ഉചിതമായ സമയം. ഇതൊരു പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ, ഒരു MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് അതിൻ്റെതായ ചില കീഴ്വഴക്കങ്ങളുണ്ട്, അതിൻ്റെതായ ചില ഔപചാരികതകളുണ്ട്. അങ്ങനെ പുറത്താക്കാൻ കഴിയൂ. ഒരാളെ സസ്പെൻഡ് ചെയ്യുന്ന പോലെ പെട്ടെന്ന് പുറത്താക്കാൻ കഴിയില്ല. ആ പ്രൊസീഡിങ്സ് എല്ലാം നടത്താക്കിയിട്ട് പുറത്താക്കുന്ന പ്രവൃത്തിയിലേക്ക് അത് പോയിരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ മാത്രം മതിയോ? കാരണം രാഹുൽ മാങ്കൂട്ടം മത്സരിച്ചത് കോൺഗ്രസ് ടിക്കറ്റിലാണ്. നമുക്കറിയാമല്ലോ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു, ആരുടെയൊക്കെ പേരുകൾ അപ്പോൾ അങ്ങനെ MLA സ്ഥാനം കളയാനുള്ള അധികാരമൊന്നും കോൺഗ്രസ് ഇല്ലല്ലോ. പക്ഷേ MLA ആയത് കോൺഗ്രസിന്റെ ടിക്കറ്റിലല്ലേ? അത് കോൺഗ്രസിന്റെ അദ്ദേഹത്തോട് പറയാന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് അതാണ് ഞാൻ ചോദിച്ചത്. അതായത് പാർട്ടിക്ക് അത് സ്വീകരിക്കോ സ്വീകരിക്കാതിരിക്കോ ചെയ്യട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജി ആവശ്യപ്പെടുന്നത് പാർട്ടി രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടാൽ എനിക്ക് സൗകര്യമില്ല എന്നൊരു മറുപടിയാണ് പറയുക. അവൻ പറയാൻ മടിക്കാത്ത ഉത്തരവാണ്. അപ്പൊ അങ്ങനെ ഒരു മറുപടിയാണ് കൊടുക്കുന്നതെങ്കിൽ എന്തായാലും അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വമില്ല. പാർട്ടിയിൽ നിന്ന് 6 വർഷക്കാലത്തേക്ക് ചുരുങ്ങിയത് പാർട്ടിയിൽ പുറത്താക്കുക, അതാണ് നമുക്ക് ആവശ്യം. അപ്പോൾ താങ്കൾ പറയുന്നത് KPCC നേതൃത്വത്തെ ഒന്നും അനുസരിക്കുന്ന ആളല്ല രാഹുൽ മാങ്കൂട്ടം, പോയി പണി നോക്കാൻ പറയുമെന്നാണോ? അത് പറഞ്ഞാൽ അത്ഭുതപ്പെടാനില്ല ഞാൻ പറയുന്നത്. ഈ സ്വഭാവമാണെങ്കിൽ ഇപ്പൊ വീരപ്പൻ ഒളിച്ച് നടക്കുന്ന പോലെ നടക്കാനുള്ളൊരു കരുത്ത് കാണിക്കാമെങ്കിൽ എന്തും കാണിക്കാൻ മടി കൊണ്ടാകത്തില്ലല്ലോ. അല്ല, വീരപ്പൻ ഒളിക്കും പോലെ എന്നല്ല, കോൺഗ്രസ് ആണ് ഒളിപ്പിക്കുന്നതെന്നാണ് CPIM പറയുന്നത്. കോൺഗ്രസ് CPM പറയുന്നല്ലേ, അവർക്ക് കഴിവില്ലല്ലോ. CPM ഇതുപോലെ ഒരാളെ പിടിക്കാനുള്ള പോലീസിന് അവരിങ്ങനെ ഈ എലിയെ പൂച്ച പിടിക്കാൻ നടക്കുന്ന പോലെ നടക്കുക. കാരണം ഈ 11-ാം തീയതി വരെ തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തു നിൽക്കുക. എലിയെ പൂച്ച വേദനിപ്പിച്ച് പുറകൊടുക്കുന്ന പോലെ. അത് അവർക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടല്ലോ. അത് LDFന്റെ ഒരു രീതി. യെസ്, വളരെയധികം നന്ദി ശ്രീ അജയ് തറയിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും ശക്തിപ്പെടുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാണ് വേണ്ടത് എന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നു. സോഷ്യൽ മീഡിയയിലൂടെ തന്നെയാണ് അജയ് തറയിൽ ഈ ആവശ്യം ഉന്നയിച്ചത്. ഇക്കാര്യം KPCC അധ്യക്ഷനെ അറിയിച്ചിട്ടുണ്ട് എന്ന് കൂടിയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. ഏറ്റവും നിർണായകമായ മണിക്കൂറുകളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. ഇന്ന് തന്നെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ജാമ്യാപേക്ഷയിൽ മേൽ തീരുമാനമുണ്ടാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇടവേള.